നമസ്കാരം. മന്ത്രിയെ കയ്യേറ്റം ചെയ്താൽ, അല്ല ഏതെങ്കിലും ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്താൽ പോലും അതൊരു തെറ്റാണ്. ആ തെറ്റ് ചെയ്തില്ലെങ്കിലോ? എന്നെ കയ്യേറ്റം ചെയ്തു എന്ന് കള്ളം പറഞ്ഞ് നാട്ടിൽ കലാപസമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഇറങ്ങിയാൽ അത് കണ്ടു നിൽക്കാൻ ബോധമുള്ള മനുഷ്യർക്ക് കഴിയില്ല. ഈ വിഷ്വല് നോക്കൂ. KSU കുട്ടികൾ കരിങ്കൊടിയുമായി ഓടി വരുന്നു. ആദ്യത്തെ മുദ്രാവാക്യത്തിന് തന്നെ പോലീസുകാർ ആ രണ്ടുപേരെയും തടഞ്ഞു നിർത്തുന്നു. വീണ മന്ത്രിയെ കാണാനില്ല, തൊട്ടപ്പുറത്ത് തന്നെ മാറി നിൽപ്പുണ്ട്. പിന്നെ കാണുന്നത് ചിത്തഭ്രമം ബാധിച്ചതുപോലെ ചാടി വീഴുന്ന മന്ത്രിയെയാണ്. അവർ സംസാരിക്കുന്നത് തന്നെ തന്റെ കഴുത്തുപയോഗിച്ചാണ്. വാടാപോടാ പ്രയോഗമാണ്. ഇങ്ങനെ കഴുത്തുകൊണ്ട് തല്ലാൻ തുടങ്ങിയാൽ ആരുടെ ശരീരമാണ് ഉളുക്കാത്തത്? ഒരു മന്ത്രി പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ഇത്രയും ചിതറിത്തെറിക്കേണ്ട കാര്യമുണ്ടോ? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെറ്റി ഡിവൈഎഫ്ഐക്കാർ കല്ലെടുത്തെറിഞ്ഞ് തകർക്കുമ്പോൾ പാനിക്കാവാതെ സൗമ്യമായി നിന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എറിഞ്ഞവരോട് ക്ഷമിക്കുകയും ചെയ്തു. ഈ വിഷ്വല് നോക്കൂ. പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന മന്ത്രിയാണ്. ബാഗ് ഫയലെല്ലാം കൂടെയുള്ളവരെ ഏൽപ്പിക്കുന്നു. കഴുത്തിന് ഒരു പ്രശ്നവുമില്ല. തിരിഞ്ഞു നിന്ന് കൈ വട്ടം കെട്ടി നിന്ന് ആരടാ ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴും അവിടെ കഴുത്തിന് ഒരു പ്രശ്നവുമില്ല. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് വരെയും അവരുടെ കഴുത്തിന് എന്നല്ല ഒരിടത്തും ഒരു പ്രശ്നവുമില്ല. പിന്നെ എപ്പോഴാണ് ഈ അഭിനയം തുടങ്ങിയത്? ആരെ കണ്ടതിന് ശേഷമാണ്? ആരുടെ ഫോൺ വന്നതിന് ശേഷമാണ് പഴയ മോണാക്ട് മെഡലിസ്റ്റ് അഭിനയം തുടങ്ങിയത്? ഇനിയിപ്പോ KSUക്കാർ പ്ലാറ്റ്ഫോമിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ മന്ത്രി പറയാൻ ബാക്കിയുള്ളൂ. യഥാർത്ഥത്തിൽ മന്ത്രിയെ സ്പർശിച്ചത് ഒരു പോലീസുകാരനാണ്. സുരക്ഷാ വലയം തീർക്കുന്നതിന് പകരം എന്തിനാണ് അയാൾ മന്ത്രിയെ തൊട്ടത്? ഇനി പ്രകോപിക്കരുത് എന്ന് പോലീസുകാരി പറഞ്ഞതിന്റെ അർത്ഥം തൊട്ടുമുമ്പ് മന്ത്രി പ്രകോപിതയായി എന്നല്ലേ? ആരോഗ്യ വകുപ്പ് തകർത്ത് തരിപ്പണമാക്കിയ മന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർ വരുമെന്ന് എന്തുകൊണ്ട് പോലീസുകാർ മനസ്സിലാക്കിയില്ല? മന്ത്രിയുടെ സെക്യൂരിറ്റി സംവിധാനം തകർത്ത കോൺഗ്രസുകാർ എത്തിയെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ലേ? ഇനി പോലീസുകാർ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ പറയട്ടെ. ഈ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും അടിക്കാൻ പിടിക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ കരഞ്ഞു തുടങ്ങുന്ന മക്കളെ കണ്ടിട്ടില്ലേ? അമ്മ അടിക്കാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യമാണത് എന്ന് പറഞ്ഞതുപോലെ വീണ മന്ത്രി ഒരു അഭിനയം കാഴ്ചവെച്ചു. ഈ ആരെങ്കിലും തൊടാൻ ശ്രമിച്ചാൽ പല്ലി വാലും മുറിച്ച് രക്ഷപ്പെടുന്നത് പോലെ. സർക്കാരിന് സംഭവിച്ച ഭരണപരമായ വീഴ്ച, ആരോഗ്യവകുപ്പിന് സംഭവിച്ച വീഴ്ച, അങ്ങനെ സംഗതികൾ മുഴുവൻ പാളിയിരിക്കുമ്പോൾ കേരളം കത്തിക്കാൻ കിട്ടിയ CPMന് കിട്ടിയ ഒരു പിടിവള്ളി, പുതിയുഗ യാത്രയുടെ പോസ്റ്ററുകൾ കീറിക്കളയാൻ SFI കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം, ജീവനക്കാരുടെ ഡാറ്റ മോഷണം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു മെലോ ഡ്രാമ. സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്, അഭിനയവും തകർത്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ അപേക്ഷയുള്ളൂ. വീണ മന്ത്രിയുടെ പേരിൽ രക്തസാക്ഷി പിരിവൊന്നും നടത്തിയേക്കരുത്. പകരം മന്ത്രിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് വേണമെങ്കിൽ ഒരു ബക്കറ്റ് പിരിവ് നടത്തിക്കൊള്ളൂ. പിന്നെ മന്ത്രി ഈ കഴുത്തിൽ ഓപ്പറേഷൻ ഒന്നും നടത്തരുത്. മറ്റേ കത്രികെ അതിപ്പോ കഴുത്തിൽ കുടുങ്ങിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു 50 വർഷക്കാലം ഇങ്ങനെയൊക്കെ തന്നെ പൊയ്ക്കോളൂ. അപ്പോ വിപ്ലവം ജയിക്കട്ടെ, അല്ല അഭിനയം ജയിക്കട്ടെ.